അയർലൻഡിലെ മലയാളി കത്തോലിക്കർക്ക് മേൽ സീറോ മലബാർ സാമ്രാജ്യ വികസനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അധികാരികൾ ഉണ്ടായിരിക്കരുത് എന്നത് യേശുവിൻ്റെ കാതലായ ഒരു പ്രബോധനമാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ കാണുന്ന ആദിമസഭയിലേക്ക് നോക്കിയാലും രണ്ടാമത്തെ ആദിമസഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ മാർത്തോമ നസ്രാണി സഭയിലേക്ക് നോക്കിയാലും അവിടെയൊന്നും അധികാരികളെയോ അധികാര സംവിധാനത്തെയോ നമുക്ക് കാണാൻ കഴിയില്ല. പകരം ആധ്യാത്മിക ശുശ്രൂഷകരും സഭാസമൂഹത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ നോക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകരെയുമാണ് നാം കാണുന്നത്. 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാര വിഷം സഭയെ തീണ്ടിയതോടെയാണ് സഭയിൽ അധികാരികളും അധികാര സംവിധാനങ്ങളും ഉണ്ടായിത്തുടങ്ങിയത്. റോമാ സാമ്രാജ്യത്തിൻ്റെ അതേ അധികാരഘടന സഭയിലേക്ക് സന്നിവേശിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അധികാരമരുതാത്ത സഭ ഒരു അധികാര സാമ്രാജ്യമായി മാറി. ആധ്യാത്മിക ശുശ്രൂഷകർ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പുരോഹിതർ, സർവാധികാരികളും ദൈവജനം അടിമകളും എന്ന അവസ്ഥ സഭയിൽ സംജാതമായി. റോം കേന്ദ്രീകരിച്ചാണ് കത്തോലിക്ക സഭയെന്ന ഈ അധികാര സാമ്രാജ്യം വികസിച്ചത്. ആദ്യ സഹസ്രാബ്ദത്തിൽ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ റോമൻ മതസാമ്രാജ്യം വികസിച്ചു. ക്രിസ്ത്യനായി മതം മാറ്റം നടത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ തുടർന്ന് 3-ാം ലോക രാജ്യങ്ങളിലേക്ക് റോമിൻ്റെ ഈ മതകൊളോണിയലിസം അരങ്ങേറ്റി. ഈ മതകൊളോണിയലിസം കേരളത്തിലുണ്ടായിരുന്ന മാർത്തോമ നസ്രാണി സഭയെപ്പോലും വെറുതെ വിട്ടില്ല എന്ന് നമുക്കറിയാം. 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സഭയെ റോമനാക്കി മാമോദീസ മുക്കുകയായിരുന്നുവല്ലോ. കത്തോലിക്ക സഭയുടെ ഈ സാമ്രാജ്യത്വ വികസന ചരിത്രം ഇപ്രകാരം ഏതാനും വാക്കുകളിൽ കോറിയിട്ടത് തികച്ചും യേശുവിരുദ്ധം എന്ന് പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സാമ്രാജ്യത്വ മതവികസന സമീപനം ഒരിക്കൽ അതിനിരയായി തീർന്നിട്ടുള്ള കേരളസഭ പോലും ഇക്കാലത്ത് തുടരുന്നു എന്ന വൈരുദ്ധ്യം എടുത്തു കാട്ടാനാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൂരമായ മതപീഡനത്തിന് ഇരയായ സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായതോടെ മറ്റു മതസ്ഥരെയും അഭിപ്രായ ഭിന്നതയുള്ള ക്രൈസ്തവരെ പോലും ക്രൂരമായി പീഡിപ്പിച്ചതിലെ വിരോധാഭാസത്തോട് മാത്രമേ സീറോ മലബാർ സഭയുടെ ഈ സാമ്രാജ്യത്വ സമീപനത്തെ ഉപമിക്കാൻ കഴിയൂ. മുമ്പ് പാശ്ചാത്യ ലത്തീൻ സഭയായിരുന്നു മറ്റു സഭകളുടെ മേൽ കുതിര കയറിയിരുന്നതെങ്കിൽ ഇന്ന് സീറോ മലബാർ സഭ അധിനിവേശം നടത്തുന്നത് ലത്തീൻ രൂപതകൾക്കുള്ളിലാണ് എന്നതാണ് എടുത്തു പറയാവുന്ന ഒരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം, പാശ്ചാത്യ സഭ മറ്റു ജനതകളെയാണ് അധിനിവേശത്തിനും ചൂഷണത്തിനും ഇരകളാക്കിയിരുന്നതെങ്കിൽ സീറോ മലബാർ സഭ മറ്റു നാടുകളിലുള്ള സ്വന്തം ജനത്തെയാണ് അടിമപ്പെടുത്തി ചൂഷണം ചെയ്യുന്നത് എന്നതാണ്. ഇത്തരം അധിനിവേശത്തിന് സീറോ മലബാർ സഭ പുതിയ മേച്ചിൽപ്പുറമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് അയർലൻഡ്. 2000-ന് ശേഷമാണ് മലയാളികൾ പഠനത്തിനും ജോലിക്കുമായി അയർലൻഡിലേക്ക് കുടിയേറി തുടങ്ങിയത്. അവരിലെ സീറോ മലബാർ വിശ്വാസികൾ അവിടുത്തെ ലാറ്റിൻ കത്തോലിക്ക പള്ളികളെ ആശ്രയിച്ചാണ് തങ്ങളുടെ കൂദാശ ജീവിതം നടത്തിവരുന്നത്. അയർലൻഡിലെ ഡബ്ലിനിൽ പഠിക്കാൻ ചെന്ന ചില അച്ഛന്മാരാണ് 2003-ൽ ലത്തീൻ പള്ളികളിൽ ആദ്യമായി മലയാളം കുർബാന ചൊല്ലിത്തുടങ്ങിയത്. പിന്നീട് കൂടുതൽ ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ ഞായറാഴ്ചകളിൽ മലയാളം കുർബാന നടത്തിയാൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹം പലർക്കും ഉണ്ടായി. അതിനായുള്ള പരിശ്രമത്തിൽ കർദിനാൾ വർക്കി വിധേയത്തിലിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഡബ്ലിനിലേക്ക് 2 വൈദികർ 2005-ൽ ആദ്യമായി എത്തിയത്. അവിടെ ലത്തീൻ വൈദികർ കുറവായിരുന്നതിനാൽ ലത്തീൻ കുർബാന ഇംഗ്ലീഷിൽ ചൊല്ലാനുള്ള ഉത്തരവാദിത്വവും ഡബ്ലിൻ രൂപത അവർക്ക് നൽകിയിരുന്നു. ഡബ്ലിൻ രൂപത അതിനുള്ള ശമ്പളവും അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവിടുത്തെ പള്ളികളിൽ ഇംഗ്ലീഷ് കുർബാനയും ഞായറാഴ്ചകളിൽ മലയാളം കുർബാനയും അവർ ചൊല്ലിപ്പോന്നു. ക്രമേണ ഇത്തരം അച്ഛന്മാരുടെയും പഠിക്കാനായി എത്തുന്ന വൈദികരുടെയും എണ്ണം കൂടി വന്നു. ഈ സാഹചര്യത്തിൽ കാശ് കിട്ടാൻ വഴി ആലോചിച്ച് നടന്നിരുന്ന സ്റ്റുഡൻസായ വൈദികരെ ഡബ്ലിനിലെ കുർബാന ചൊല്ലൽ എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ശമ്പളത്തിൽ നിയമിതരായ വൈദികർ അയർലൻഡിൻ്റെ വിവിധ പട്ടണങ്ങളിലെ സമൂഹങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലി പണം സമ്പാദിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഡബ്ലിൻ രൂപതയുടെ ശമ്പളവും പുറത്ത് കുർബാന ചൊല്ലി കിട്ടുന്ന പണവും അവർ സമ്പാദിച്ചു പോന്നു. കാറുകൾ വെഞ്ചരിച്ച് പോലും അവർ പണമുണ്ടാക്കിയിരുന്നു. പല കാറുകൾ ഒറ്റയടിക്കാണ് വെഞ്ചരിക്കുന്നതെങ്കിലും ഓരോരുത്തരിൽ നിന്നും അവർ പണം ഈടാക്കുമായിരുന്നു. ക്രമേണ ഡബ്ലിനിൽ മലയാളം കുർബാന ചൊല്ലാൻ അവർ ഏൽപ്പിക്കുന്ന സ്റ്റുഡൻസ് വൈദികരെ കാറിൽ ചെന്ന് കൊണ്ടുവരുന്നതിൻ്റെയും അവർക്ക് കുർബാന പണം നൽകുന്നതിൻ്റെയും ഉത്തരവാദിത്വം അവിടുത്തെ വിശ്വാസികളുടെ തലയിലായി. ചുരുക്കത്തിൽ മലയാളം വൈദികരായി ഇവിടെ വന്ന ഏറെ പേർക്കും കുർബാന ചൊല്ലൽ പോലും ഒരു ബിസിനസ് ആയിരുന്നു. അതിനും പുറമെ പള്ളികൾ സൗജന്യമായി നൽകുന്നതിനും അച്ഛന്മാരെ സംരക്ഷിക്കുന്നതിനും പകരമായി ഡബ്ലിൻ അതിരൂപതയ്ക്ക്
വർഷത്തിൽ 10,000 യൂറോ കൊടുക്കണം എന്ന് പറഞ്ഞ് 30 യൂറോ വാർഷിക പരിസംഖ്യയായി ഡബ്ലിനിലെ എല്ലാവരോടും വാങ്ങുന്ന പതിവും ആരംഭിച്ചു. ഇതിനിടയ്ക്കാണ് യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികളുടെ അജപാലനം ഉറപ്പാക്കാൻ 2016 ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്തിനെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി മാർപ്പാപ്പ നിയമിച്ചത്. അതോടെ വാർഷിക പരിസംഖ്യ 30 യൂറോയിൽ നിന്ന് 50 യൂറോ ആയി ഉയർന്നു. ഇപ്പോഴത് 75 യൂറോയിൽ എത്തി നിൽക്കുകയാണ്. ഇത് നിർബന്ധിത പിരിവാണെന്നും ഓർക്കണം. ജനങ്ങളിപ്പോൾ 4 ഇരട്ടിയാവുകയും ചെയ്തു. ഇപ്രകാരം ലഭിക്കുന്ന തുക തന്നെ ഇപ്പോൾ 1.5 ലക്ഷം യൂറോയ്ക്ക് മുകളിൽ വരും. ഞായറാഴ്ച കുർബാനകളിൽ ലഭിക്കുന്ന നേർച്ചപ്പണം തന്നെ അതിൽ കൂടുതലുണ്ട്. യഥാർത്ഥത്തിൽ ഞായറാഴ്ച പിരിവ് കൊണ്ട് തന്നെ ചിലവുകൾ നടത്താവുന്നതേ ഉള്ളൂ. എന്നാലും നിർബന്ധ പിരിവ് നിർത്താൻ അച്ഛന്മാർ ഒരുക്കമല്ല. ഇത്രയും കാശ് കണ്ട് കണ്ണു തള്ളിയ ബിഷപ്പ് മാർ ചിറപ്പണത്ത് ഇപ്പോൾ അച്ഛന്മാരുടെ കയ്യിൽ നിന്നും പിരിവ് തുടങ്ങിയിരിക്കുകയാണത്രേ. അത് വർഷത്തിൽ 2000 യൂറോ ആണെന്ന് കേൾക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഏതെങ്കിലും പള്ളിയിൽ സന്ദർശനം നടത്തിയാൽ 500 യൂറോയെങ്കിലും വാങ്ങുമെന്നാണ് അറിയുന്നത്. ഇക്കാരണങ്ങളാൽ മലയാളം കുർബാന കാണണമെന്ന ജനങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ അതിനോടുള്ള വെറുപ്പായി മാറിയിരിക്കുകയാണത്രേ. ആദ്യമൊക്കെ ജനാഭിമുഖ കുർബാനയായിരുന്നു അർപ്പിച്ചിരുന്നതെങ്കിൽ ബിഷപ്പ് ചിറപ്പണത്ത് അത് നിർത്തിച്ച് ഏകീകൃത സിനഡ് കുർബാനയാക്കിയിരിക്കുകയുമാണ്. അതോടെ വളരെയേറെ പേർ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നത് തന്നെ നിർത്തിയിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യകാലങ്ങളിൽ അതാത് ഇടവകകളിൽ സീറോ മലബാർ കുർബാന നടത്തി അവരുടെ തന്നെ ഭാഗമായി കഴിഞ്ഞിരുന്ന വിശ്വാസികളെ അവരുടെ മേൽ ഭരണാധികാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അതിലുപരി പണപ്പെരുവ് സ്ഥിരമായി നടത്താനും ലക്ഷ്യം വെച്ച് പള്ളിക്കമ്മിറ്റികൾ തുടങ്ങി. തുടക്കത്തിൽ നാട്ടിലെ പള്ളിക്കമ്മിറ്റികളുടെ രൂപവും ഭാവവും ഉണ്ടായപ്പോൾ സ്ഥാനമോഹികളും പുരോഹിതർക്ക് പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നു. അതുകൊണ്ട് എല്ലാവർക്കും അധികാരം നൽകുന്ന വിധത്തിൽ ഒരു അൺഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റി ആയാണ് ബാങ്ക് അക്കൗണ്ട് സഹിതം അവയ്ക്ക് രൂപം കൊടുത്തത്. ആ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയെ ഇരുട്ടിൽ നിർത്തി കബളിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ ചർച്ച് എന്ന പേരിൽ ട്രസ്റ്റ് അംഗങ്ങൾക്ക് മാത്രം അധികാരമുള്ള ഒരു ട്രസ്റ്റാക്കി പുരോഹിതരുടെയും ഏതാനും ശിങ്കരുകളുടെയും നേതൃത്വത്തിൽ സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ കോർക്ക് രൂപതയിൽ ഉൾപ്പെടെ അയർലൻഡിൽ ഇപ്രകാരം മൊത്തം 4 ട്രസ്റ്റുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവ സീറോ മലബാർ കാത്തലിക് ചർച്ച് അയർലൻഡ്, സീറോ മലബാർ കാത്തലിക് ചർച്ച് ഓഫ് ഡബ്ലിൻ, സീറോ മലബാർ കാത്തലിക് ചർച്ച് ഓഫ് ഗാൾവേ, സീറോ മലബാർ കാത്തലിക് ചർച്ച് ഓഫ് കോർക്ക് എന്നീ പേരുകളിലാണ്. സീറോ മലബാർ സഭയ്ക്കോ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് ചിറപ്പണത്തിനോ അയർലൻഡിൽ സഭാപരമായി യാതൊരു അധികാരവും ഇല്ലാതിരുന്നിട്ടും ഈ ട്രസ്റ്റുകൾ സീറോ മലബാർ സഭയുടെ ആധികാരിക സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളെ കബളിപ്പിക്കാൻ ഈ ട്രസ്റ്റുകൾക്കെല്ലാം സീറോ മലബാർ ചർച്ചിൻ്റെ പേര് നൽകിയതിലെ വഞ്ചന എത്രയെന്ന് ഓർത്തു നോക്കുക. ഏതാനും വർഷം മുമ്പ് തന്നെ ഇവർ ഈ ട്രസ്റ്റുകളുടെ ബലത്തിൽ വിശ്വാസികളുടെ മേൽ ശിക്ഷണ നടപടികൾ ആരംഭിച്ചിരുന്നു. കോർക്ക് രൂപതയിൽ 2021 നിർബന്ധിത പിരിവ് നൽകാഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ വേദപാഠ പഠനത്തിന് കയറ്റാതിരിക്കുകയുണ്ടായി. അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. പിന്നീട് ബിഷപ്പ് മാർ ചിറപ്പണത്ത് പള്ളിക്കുള്ളിൽ വെച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് അന്ന് തലയൂരിയത്. അദ്ദേഹം നടത്തിയ മാപ്പപേക്ഷ കാണുക. As a solid communion in the midst of secularization and post-truth society, where half-truths and non-truths are presented in the mode of truth through different means of communication, especially social media. You know, in postmodernism, what is truth? Truth is a successful lie. And that are presented in the present social media. I'm here to ask pardon for any offenses which has inflicted pain upon any of the faithful, officials and priests in any way, in its stride of preserving the rich spiritual and ecclesial tradition and heritage of our land. I ask pardon if in any way our ministry has affected negatively the youth, children and their parents. To err is human and to forgive is divine. അയർലൻഡിലെ ഗാൽവേ എന്ന സ്ഥലത്തും സമാനമായ പ്രശ്നമുണ്ടായി.
അവിടെ ജോസ് ഭരണികുളങ്ങര എന്ന വൈദികൻ മാപ്പ് എഴുതി കൊടുത്താണ് കേസ് ഒതുക്കിയത്. അയർലൻഡിൽ സീറോ മലബാർ സഭയുടെ ഒരു രൂപതയോ ഇടവകയോ ഇല്ലാതിരുന്നിട്ട് പോലും ആ സഭയുടെ പേരിൽ ഇത്രമാത്രം ധിക്കാരം ഇവർ കാണിക്കുന്നുവെങ്കിൽ സീറോ മലബാർ സഭയുടെ ഒരു പള്ളിയോ രൂപതയോ അയർലൻഡിൽ സ്ഥാപിക്കപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ അച്ഛന്മാരും കുറേ ശിൽബന്ധികളും കൂടി സീറോ മലബാർ സഭയുടെ പേരിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ലക്ഷ്യം രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റുകളിലൂടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നതാണ്. 2022 സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ അനുവാദമില്ലാതെ അച്ഛന്മാരുൾപ്പെടെ വെറും 5 പേർ ചേർന്ന് രഹസ്യമായി തുടങ്ങിയതാണ് ഐറിഷ് സീറോ മലബാർ കാത്തലിക് കമ്പനി. പിന്നീട് അതിൻ്റെ പേര് ഐറിഷ് സീറോ മലബാർ പ്രോപ്പർട്ടി ഹോൾഡിംഗ് കമ്പനി എന്ന് മാറ്റി വിശ്വാസികളുടെ സ്വത്തിന്മേൽ അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത് വിവാദമായപ്പോൾ ഡയറക്ടർമാരെ മാറ്റിയെങ്കിലും പുതിയ ഡയറക്ടർമാരെ വെച്ച് പള്ളിപണിക്കാണെന്ന് വിശ്വസിപ്പിച്ച് പണം പിരിക്കുകയും അതുപയോഗിച്ച് 9 ഏക്കർ വിസ്തീർണമുള്ള ഒരു സ്ഥലം വാങ്ങുകയും ചെയ്തിരിക്കുന്നു. വാങ്ങിയ സ്ഥലത്ത് പള്ളിപണിക്കുള്ള അനുവാദമില്ല എന്ന് ഇപ്പോൾ അറിയുന്നു. അതിൻ്റെ പേരിൽ എതിർപ്പ് ഉന്നയിച്ച കമ്മിറ്റി അംഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സ്ഥലക്കച്ചവടത്തിന് ശേഷം ആ കമ്പനിയെ ഇപ്പോൾ ഡബ്ലിൻ രൂപതയിലെ എല്ലാ പള്ളി കമ്മിറ്റികളുടെയും മേൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ഈ കുൽസിത നീക്കം പുറത്തു വന്നതോടെ രോഷാകുലരായ കോർക്കിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റി പൊതുയോഗം കൂടി കമ്പനിയെ തള്ളിപ്പറയുകയുണ്ടായി. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് കമ്പനിയുടെ അവകാശവാദങ്ങളെന്നും പ്രവർത്തനങ്ങളെന്നും അവർ പ്രമേയം പാസാക്കി എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിനോടുള്ള പ്രതികാരമായി അവരെയെല്ലാം സഭാവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് സീറോ മലബാർ കാത്തലിക് ചർച്ച് അയർലൻഡിൻ്റെ നാഷണൽ കോർഡിനേറ്റർ എന്നും ഡയറക്ടർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ എന്നുമുള്ള നിലകളിൽ സീറോ മലബാർ കാത്തലിക് ചർച്ച് അയർലൻഡ് എന്നെഴുതിയ ലെറ്റർ ഹെഡിൽ 2 വൈദികർ സർക്കുലർ തയ്യാറാക്കി വിതരണം ചെയ്യുകയുണ്ടായി. അതിന് അയർലൻഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റി വിശദമായ ഒരു മറുപടി നൽകിയിട്ടുമുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് അയർലൻഡിൽ രൂപതാ സംവിധാനമൊന്നും ഇല്ലാത്ത നിലയ്ക്ക് സീറോ മലബാർ കാത്തലിക് ചർച്ച് അയർലൻഡ് എന്നും അതിൻ്റെ കോർഡിനേറ്റർ എന്നുമൊക്കെ ഭാവിച്ച് മാസ് സെൻ്ററുകൾ സീറോ മലബാർ ഇടവകകളാണെന്നുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലെ പിശകും അധാർമികതയുമൊക്കെ ചൂണ്ടിക്കാട്ടി നൽകിയ ഈ കത്തിന് പക്ഷേ ഇതുവരെ മറുപടിയൊന്നും ലഭിക്കുകയുണ്ടായിട്ടില്ല. എല്ലാ അറിയത്തുകളെയും ഉൾക്കൊണ്ടുകൊണ്ടും പള്ളികളുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ടും കാലങ്ങളായി നിലകൊള്ളുന്ന അയർലൻഡിലെ ലത്തീൻ രൂപതയുമായി വിശ്വാസികളെ അകറ്റി സീറോ മലബാർ റീത്തിൻ്റേതായ രൂപതയും പള്ളികളും സ്ഥാപിച്ച് നിലവിൽ സ്വസ്ഥമായി കഴിയുന്ന സീറോ മലബാർ സമൂഹത്തെ പൂർണ്ണമായും തങ്ങളുടെ അടിമത്തത്തിലാക്കുക എന്നതാണ് സീറോ മലബാർ സഭ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് ചെറുപ്പണത്ത് 2019 കോർക്ക് സന്ദർശിച്ചപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് അയർലൻഡിൽ സ്വന്തമായി ഒരു പള്ളി വേണമെന്ന ആവശ്യം എല്ലാവരോടുമായി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മലയാളി വിശ്വാസികളുടെ സമ്പത്ത് പിടിച്ചു വാങ്ങാനും അവരുടെ മേൽ അധികാരം ഭരിക്കാനും സ്വന്തം രൂപതയും പള്ളികളും തുടങ്ങാനുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് വിശ്വാസി സമൂഹം സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് രഹസ്യമായി അവർ ട്രസ്റ്റുകൾ ഉണ്ടാക്കിയത് എന്ന് വേണം കരുതാൻ. സഭ വിശ്വാസികളുടെ ചെലവിൽ സാമ്രാജ്യം വികസിപ്പിക്കുമ്പോൾ തങ്ങളും തങ്ങളുടെ അടുത്ത തലമുറകളുമാണ് അയർലൻഡിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന ബോധ്യത്തിൽ അയർലൻഡിലെ പ്രബുദ്ധരായ വിശ്വാസി സമൂഹം പ്രതിരോധം തീർക്കുന്നുവെന്നത് സീറോ മലബാർ സമൂഹത്തിനാകെ അഭിമാനാർഹമായ കാര്യമാണ്. സഭ എന്നാൽ വിശ്വാസികൾ കൂട്ടായ്മയാണ് എന്നതാണ് 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർവചനം. മാമോദിസായിലൂടെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ എല്ലാവർക്കും വിവേചനഭേദമില്ലാതെ സഭയുടെ ആധ്യാത്മിക സേവനങ്ങൾ ലഭിക്കാൻ അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ നിറവേറ്റിത്തരാൻ അയർലൻഡിലെ രൂപതകൾ ഉത്സാഹത്തോടെ തയ്യാറായിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ നിങ്ങൾക്ക് ആ സേവനങ്ങളൊന്നും പോരാ എന്ന് പുറത്തു നിന്നുള്ളവർ ഇവിടെ എത്തി പറയുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സന്തോഷമായി ജീവിച്ചിരുന്ന നിരവധി മറുനാടൻ മലയാളി സമൂഹങ്ങളുടെയും പ്രവാസി മലയാളി സമൂഹങ്ങളുടെയും പിന്നാലെ പോയി കുതന്ത്രങ്ങളിലൂടെ അവിടങ്ങളിലെല്ലാം രാജമന്ദിരങ്ങൾ പണിയുകയും അവരെയെല്ലാം പ്രജകളാക്കുകയും കല്യാണക്കുറികൾ പോലും നൽകാതെ പീഡിപ്പിക്കുകയും കല്യാണങ്ങൾ മുടക്കുക വരെയും ചെയ്തിട്ടുള്ള സീറോ മലബാർ സഭയുടെ അതിനിവേശ ചരിത്രം അറിയാവുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. അയർലൻഡിലെ മലയാളി കത്തോലിക്കർ നിലകൊള്ളുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതിതാണ്, അയർലൻഡിലെ രൂപതകളിലെ വിവിധ ഇടവകളുടെ ഭാഗമായി തന്നെ നിലനിന്നുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നത് പോലെ മലയാളം കുർബാനയും വേദപാഠവും ലഭ്യമാക്കുക. നിർബന്ധിത പിരിവിൻ്റെ ആവശ്യമില്ല. വരുന്ന ചെലവുകൾക്കുള്ള തുകകൾ നേർച്ചയിലൂടെ തങ്ങൾ തന്നെ കണ്ടെത്തും. നിലവിലേതുപോലെ രൂപതയിലെ വൈദികർ നമുക്ക് വേണ്ടി സേവനം ചെയ്യട്ടെ.
അങ്ങനെ എല്ലാ കാര്യങ്ങളും മുമ്പത്തെ പോലെ സുഗമമായി മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാവണം. ഇതിന് വിരുദ്ധമായി സ്വന്തം രൂപതയും ഇടവകകളും സ്ഥാപിച്ച് അയർലൻഡിലെ വിശ്വാസി സമൂഹത്തെ സീറോ മലബാർ സഭയുടെ ഒരു കോളനിയാക്കാൻ അനുവദിക്കുകയില്ല. അയർലൻഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലെ പ്രബുദ്ധരായ വിശ്വാസികളുടെ പ്രതിജ്ഞയാണിത്. നമ്മുടെയെല്ലാം സ്വന്തം സഹോദരങ്ങളായ അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം ആവശ്യപ്പെടുന്ന തികച്ചും ന്യായവും ക്രൈസ്തവമായ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവരുടെ പരിശ്രമങ്ങളെ പിന്തുണയ്ക്കുവാൻ നമുക്കെല്ലാം കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.